എൻ്റെ പേര് രാജേശ്വരി. ഞാൻ അത്രയും നാൾ വരുന്നത്. എനിക്ക് ഗാൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ അതിന് അന്ന് കണ്ടതും ബൈജു സാറിനായിരുന്നു. ഒരു മുട്ടിൻ്റെ സർജറി SKയിലാണ് ചെയ്തത്, 2 മുട്ടിൻ്റെ. അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നതിൻ്റെ അന്ന് ഡോക്ടറെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എനിക്കത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഡോക്ടറെ വന്ന് കണ്ടപ്പോൾ ഡോക്ടർ CT സ്കാനൊക്കെ എടുത്തിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ചെറിയൊരു ഹെർണിയയുടെ പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഒരു ഗ്ലാൻഡിൻ്റെ കാലിൻ്റെ ഇവിടെ ഒരു ഗ്ലാൻഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് ഹെർണിയയും മാറ്റി ഇതും ഒരേ സമയം തന്നെ ഇത് 3 കഴിഞ്ഞു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം ആയതേ ഉള്ളെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷേ ഈ സന്തോഷത്തിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളൊരു സന്തോഷം ഒരു 10-15 വർഷത്തിന് മുമ്പുള്ളതാണ്. എൻ്റെ ഭർത്താവിന് മലാശയത്തിന് ക്യാൻസറായിട്ട് ഡോക്ടറെ തേടി പിടിച്ച് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈശ്വരന് തുല്യമാണ് എനിക്ക് ഡോക്ടർ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുക അദ്ദേഹം. ഒരുപാട് പേരുടെ രക്തം കൊടുക്കാനും പ്ലാസ്മ കൊടുക്കേണ്ടിയൊക്കെ വന്ന് ഒരു ഓപ്പൺ സർജറി ചെയ്തു. എന്തായാലും ജീവിതത്തിൽ തിരിച്ചു പിടിച്ചുകൊണ്ടുവന്നൊക്കെ നമ്മൾ അതിശയോക്തി പറയുമല്ലോ, കുഴിയിൽ പോയ ആളിനെ കൊണ്ട് അതുപോലൊക്കെ അനുഭവമാണ്. ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ലാതെ. അത് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പേര് ഈശ്വരന് തുല്യം ഞങ്ങൾ ഓർക്കുകയും ചെയ്യും. അത്രയും ഒരു അനുഭവം വേറെ ആർക്കില്ല. അന്ന് ഒരുപാട് സങ്കടങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും ഞങ്ങൾക്കൊപ്പം ആശ്വാസമായിട്ട് എനിക്കും എൻ്റെ മക്കൾക്കൊപ്പം നിന്ന് ഡോക്ടർ സഹകരണത്തോടെ സ്നേഹത്തോടെ ആശ്വാസമായിട്ട് നിന്ന്. അതുപോലെ തന്നെ ഇപ്പോഴും ഇന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കായംകുളത്തുനിന്ന് ഇത്ര ദൂരം വന്ന് ബൈജു സാറിനെ കാണാനായിട്ട് മാത്രം സാറിൻ്റെ ഇതുകൊണ്ട് SK വന്നു. SK നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ SKയിലാണ് വന്നത്. നല്ല സഹകരണവും നല്ല ഡോക്ടർമാരും നല്ല സ്റ്റാഫും എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ സാറിൻ്റെയും കൂടെ പ്രസൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ ഒരു സന്തോഷകരമായിട്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ്റെ പേരിലും എൻ്റെ ഇപ്പോഴത്തെ ഈ കാര്യത്തിൻ്റെ പേരിലും അങ്ങേറ്റം എന്നും സാറിനോട് എനിക്ക് നന്ദി സ്നേഹം ഉണ്ടാവും. അതുപോലെ ഈ SK ഹോസ്പിറ്റലും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനൊക്കാത്തൊരു അനുഭവം, സന്തോഷം. രാജേശ്വരി കുഞ്ഞമ്മയ്ക്ക് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആയിരുന്നു. ഗാൾ ബ്ലാഡർ സ്റ്റോണ് സിംറ്റമാറ്റിക് ഗാൾ ബ്ലാഡർ സ്റ്റോൺസാണ്. ഇടയ്ക്കിടയ്ക്ക് വയറിൻ്റെ വശത്തായിട്ട് വേദന വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സിംറ്റംസ് ഉള്ളത് കൊണ്ട് ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഈ ഗാൾ ബ്ലാഡർ സ്റ്റോണിന് സ്റ്റോൺ എടുക്കുന്ന രീതിയില്ല. അത് ഈ മൂത്രത്തിലെ കല്ലിനാണ് സ്റ്റോണായിട്ട് തന്നെ എടുക്കുന്നത്. അതേസമയം ഗാൾ ബ്ലാഡർ സ്റ്റോണ് ഗാൾ ബ്ലാഡറാണ് നീക്കം ചെയ്യുന്നത്. പൊതുവെ ജനത്തിനുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സ്റ്റോണായിട്ട് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എല്ലാ സ്റ്റോണും ഈ ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഉടനെ നീക്കം ചെയ്യുകയൊന്നുമില്ല. സിംറ്റമാറ്റിക് ആണെങ്കിൽ, അതായത് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നീക്കം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദഹനം നടക്കുന്നതെന്നൊരു കൂട്ടർ ചോദിക്കാറുണ്ട്. ദഹനം എന്ന് പറയുന്നത് പിത്തരസമാണ് ഈ ഗാൾ ബ്ലാഡർ സംഭരിക്കുന്നത്. പിത്തരസം ഉണ്ടാക്കുന്നത് ലിവറിലാണ്, ഗാൾ ബ്ലാഡറിലല്ല. അപ്പോൾ പിത്തരസം ലിവറിലുണ്ടായിട്ട് പിത്തക്കുഴൽ വഴി അത് ദഹനത്തിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ പിത്തസഞ്ചി എടുത്തു മാറ്റുന്നത് കൊണ്ട് കീ ഹോൾ സർജറി വഴിയാണ് നമ്മൾ ചെയ്യാറ്. എടുത്തു മാറ്റുന്നതുകൊണ്ട് അങ്ങനെ സങ്കീർണതകളൊന്നുമില്ല. രാജേശ്വരി കുഞ്ഞമ്മ പറഞ്ഞ അവരുടെ ഹസ്ബൻഡിൻ്റെ അസുഖം മലാശയത്തിൽ ക്യാൻസറായിരുന്നു. അത് ഏകദേശം 10 കൊല്ലത്തിന് മുമ്പ് എൻ്റെ അടുത്ത് വരികയും ഇത് കീ ഹോൾ സർജറി വഴി അന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായ ആ സമയത്ത് ഈ മലാശയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗവും വൻകുടലുമായിട്ട് കൂട്ടിവയ്പ്പിക്കുന്ന സ്റ്റേപ്പിൾസ് വെച്ചിട്ടാണ്, ഒരു മെഷീൻ വെച്ചിട്ടാണ്. അതിൻ്റെ ഇടയിലൂടെ, അതിൻ്റെ പല്ലുകൾക്കിടയിലൂടെ ബ്ലീഡിങ് ഉണ്ടായിട്ട് എമർജൻസി ആയിട്ട് അത് സർജറി ചെയ്ത് അതിനെ ഡിസ്കണക്ട് ചെയ്യേണ്ടി വന്നു. അതിനെ ഹാർട്ട്മാൻസ് പ്രൊസീജിയർ നമ്മൾ പറയുന്നത്. ഇത് 2 വശത്തോട്ട് മാറ്റി വയറിൻ്റെ ഉദരാശയ ഭിത്തിയിൽ ഒരു കൊളോസ്റ്റമി നമ്മൾ മോശം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് തിരിച്ചാക്കി, റിവേഴ്സൽ ഓഫ് ഹാർട്ട്മാൻ എന്ന് പറയും. 10 വർഷത്തിലധികമായി ഈ ക്യാൻസർ സർജറി ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോഴും കൂട്ടപ്പനായിരിക്കുന്നു.